ആലുവ കുട്ടമശ്ശേരിയിൽ കാറിടിച്ച് പരിക്കേറ്റ 7 വയസ്സുകാരൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന് റിപ്പോർട്ട് വരുന്നു. വെന്റിലേറ്ററിൽ തുടരുകയാണ് കുട്ടി. ഉച്ചയോടെ മാത്രമേ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരം നൽകാൻ കഴിയൂവെന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ശ്രീകാന്ത്, വളരെ സങ്കടപ്പെടുന്ന കാര്യമാണ്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ? കുട്ടി അപകടനില തരണം ചെയ്യാൻ ഉച്ചവരെ കാത്തിരിക്കണമെന്ന് ഡോക്ടേഴ്സ് പറയാൻ കാര്യം? കേൾക്കാമോ ശ്രീകാന്ത്? കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നു. ഈ കുട്ടിയെ ഇടിച്ചതിന് ശേഷമാണ് ആ കാർ നിർത്താതെ പോയത്. എന്നാൽ ആ കാറിനെയും ഡ്രൈവറെയും വണ്ടി ഓടിച്ച ആളെയൊക്കെ കണ്ടെത്തിയിരുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് പറയുന്നത്? SKN കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇന്ന് രാവിലെ ഡോക്ടർമാരുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നു. ആ ഘട്ടത്തിൽ കുഞ്ഞിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇന്നൊരു 2 മണിയോടുകൂടിയൊക്കെ മാത്രമേ ഏത് തരത്തിൽ കുഞ്ഞ് രക്ഷപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കൂ എന്ന് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം ഗുരുതരമായ പരിക്കാണ് കുഞ്ഞിനേറ്റത്. തലച്ചോറിനും ക്ഷതമുണ്ട്. അതോടൊപ്പം തന്നെ കരളിനും ശ്വാസകോശത്തിനുമൊക്കെ കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ഈ വാഹനം കുഞ്ഞിന്റെ ദേഹത്തു കൂടി കയറി ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇത്ര ഗുരുതരമായ പരിക്ക് കുഞ്ഞിന് സംഭവിക്കുകയുണ്ടായത്. നിലവിൽ വെന്റിലേറ്ററിൽ കുഞ്ഞ് തുടരുകയാണ്. ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമില്ല, കാര്യമായ പുരോഗതിയില്ല, മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല എന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. ഉച്ചയോടുകൂടി ഏറെക്കുറെ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം പറയാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. താങ്ക് യു ശ്രീകാന്ത്.